ഹലോ എവരിവൺ, എല്ലാവർക്കും ACDP അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ടൊക്കെ എന്ത് ചെയ്തു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, ഏജ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഫിസിക്കൽ എന്തെല്ലാം സ്റ്റാൻഡേർഡ്സ് ആണ് അവർ പറയുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നത് അല്ലേ. ഇനി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ ഇനി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് എന്താണെന്നുള്ളത് അല്ലേ. അതിൻ്റെ കൃത്യമായിട്ട് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എന്താണ് സിലബസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും അവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഗസറ്റ് എന്ന് പറയുന്നത് 3/7/2025 വന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/9/2025. ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ അയക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വരുന്നത്. എന്ത് ചെയ്യുക, മറക്കരുത്. 3/9/2025 പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അയക്കാൻ പറ്റുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അയക്കാൻ നോക്കുക. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 211/2025. ഓക്കെ, 211/2025 കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലായിരിക്കും ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. 27,900 മുതൽ 63,700 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാലറി സ്കെയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വേക്കൻസി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കാസർഗോഡ് വരെ ഉണ്ട്. പക്ഷേ ആലപ്പുഴയില്ല. ബാക്കി ഒഴിച്ച് 14 ജില്ലകളിൽ 13 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയാണെന്ന് എന്ത് ചെയ്തില്ല പറയുന്നില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം തന്നെ സിലബസിലേക്കാണ് അല്ലേ. നമുക്ക് സിലബസിലേക്ക് നോക്കാം. ഓക്കെ, മാർഗ് വരെയൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഓക്കെ, ഈ മാർഗിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ വരണമെന്നില്ല. പക്ഷേ എന്ത് ചെയ്യും, ഇതാണ് പൊതുവെ സിലബസ് എല്ലാം എന്താ പറയുക, എന്ത് പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, പൊതുവെ ചോദിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യും, ചോദ്യങ്ങളുടെ എണ്ണം മാർഗുകളുടെ എണ്ണം ഒക്കെ എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടിരിക്കും. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കറക്റ്റായിട്ട് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. PSC തന്നെ സിലബസ് പറയുന്നുണ്ട്. ഓക്കെ, ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രം 5 മാർഗിനുണ്ട്. പൊതുവിജ്ഞാനത്തിനകത്ത് പെടുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാകായികം, സാഹിത്യം എന്നിവ എന്തിരുന്നു, പൊതുവിജ്ഞാനത്തിൽ വരുന്നു. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയുമാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അടുത്ത് അതായത് മാത്തമാറ്റിക്സ് ആണ് പറയുന്നത്. മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ആ ഭാഗത്തിലേക്ക് വരുന്നതാണ് ലഘുഗണിതവും മാനസിക ശേഷിയും, അതേപോലെ തന്നെ നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറയുന്നത്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, PSC എഴുതുന്നവർക്ക് അറിയാം ജനറൽ ഇംഗ്ലീഷ്. അതേപോലെ എന്താണ് പ്രാദേശിക ഭാഷകളായിട്ടാണ് മലയാളം, കന്നഡ, തമിഴ് എന്നീ ഭാഷകൾ എന്ത് ചെയ്യും, പ്രാദേശിക ഭാഷകൾ വരുന്നതുകൊണ്ട് നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അറിയായിരിക്കും കേരളത്തിൻ്റെ എന്ത് ചെയ്തു മലയോര പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, കാസർഗോഡ് ആ ഭാഗം അടുപ്പിച്ച് കന്നഡ, അതേപോലെ തന്നെ ബാക്കി ബോർഡർ ഷെയർ ചെയ്യുന്നിടത്തെല്ലാം എന്ത് ചെയ്യും, തമിഴും ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വരുന്ന ആളുകളുണ്ട്. ഓക്കെ, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ടാണ്. ഇത്രയാണ് എന്ത് പറയുന്നത് പ്രധാനമായിട്ട് ഒരു പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്ന ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാകായികം, സാഹിത്യം, സംസ്കാരം, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതം, മാനസിക ശേഷിയും, നിരീക്ഷണ പാഠ പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകളായിട്ടുള്ള മലയാളം, കന്നഡ, തമിഴ് എന്നിവ, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ടവയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് ഓരോന്ന് നോക്കാം. ഓക്കെ, വിശദമായിട്ട് ഓരോന്ന് നോക്കാം. ചരിത്രം നോക്കുകയാണെങ്കിൽ കേരളം അതിനകത്ത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ എന്തെല്ലാമാണ്, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു, വയനാട് എന്ന് പറഞ്ഞ രാജ്യം വലുതാക്കിയത് തൊട്ട് ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള എന്ത് ചെയ്തു രാജാക്കന്മാർ ആരെല്ലാമാണ്. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരളം പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണെന്നുള്ളതാണ് എന്ത് പറയുന്നത് ചരിത്രത്തിനകത്ത് പൊതുവെ ആദ്യം വരുന്ന ഭാഗത്തിനകത്ത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞത് കേരളമാണ്. അടുത്ത ഇന്ത്യ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, മറ്റ് മംഗൾ പാണ്ഡെയുടെ, അതേപോലെ എന്താണ് ബീങ് ഹസ്രത് മഹലൊക്കെ വരുന്ന ആ ഭാഗം. ഓക്കെ, അടുത്തത് സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും, മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി എന്നിവ, വിദേശ നയങ്ങൾ ഇതെല്ലാമാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പം നോൺ കോപ്പറേഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പം എന്താണ് ചേരിചേര പ്രസ്ഥാനങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക നോക്കുക. അടുത്ത ലോകം നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ കേരളം, ഇന്ത്യ, അടുത്ത ലോകം നോക്കുകയാണെങ്കിൽ
ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടന, അതായത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുകൾ, യുനെസ്കോ എന്നീ സംഘടനകൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കാനുണ്ട്. അടുത്തത് ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമ ഉപരിതലം, അന്തരീക്ഷമർദ്ദം, കാറ്റും താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ. ഓക്കെ, അടുത്തത് അടയാളങ്ങൾ ഏതെല്ലാമാണ്? വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, ഓക്കെ, പസഫിക്, അറ്റ്ലാന്റിക്, അതേപോലെ ഇന്ത്യൻ ഓഷ്യൻ പറയുന്ന കടലുകൾ, ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? നമുക്കറിയാം ഇവിടെ ഏഷ്യ, അതേപോലെ ഓസ്ട്രേലിയ, അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? അവയുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഡെക്കാൻ പ്ലേറ്റ് ആയിട്ട് വരുന്നത് അറിയാലോ, ഡെക്കാൻ പീഠഭൂമി വരുന്നത്, ഹിമാലയം നദികൾ ഏതെല്ലാമാണ്? ഹിമാലയ മലകൾ. ഓക്കെ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസ്ഥകളും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, അതായത് നാഷണൽ വാട്ടർവേ, നാഷണൽ ഹൈവേസ്, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അതേപോലെ റെയിൽവേയുടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെയിൽ ലൈനുകൾ ഏതെല്ലാമാണ്? ഇപ്പോൾ കൊങ്കൺ തുരങ്കങ്ങൾ പോലെ തുരങ്കങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്, അതൊക്കെ ഇന്ത്യ നോക്കിയിട്ട് പോകാം. കേരളം നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി നമുക്കറിയായിരിക്കും, മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പറഞ്ഞ് തിരിക്കുന്നത്, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി ഏതെല്ലാമാണ്? ഇപ്പോൾ പെരിയാർ ആയിക്കോട്ടെ, അത്തരം വന്യജീവി സങ്കേതങ്ങളും കൂടെ എന്ത് ചെയ്ത് നോക്കി പോകാം. കൃഷി, ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും, വ്യവസ്ഥയും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഏതെല്ലാമാണ്? എയർപോർട്ടുകൾ ഏതെല്ലാം ഇവിടെയെല്ലാം ഉണ്ട്. വ്യോമ, ജല ഗതാഗതങ്ങൾ ഏതെല്ലാമാണ്? നാഷണൽ വാട്ടർവേ, നാഷണൽ ഹൈവേസ് ഏതെല്ലാം കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ ഇന്ത്യ നോക്കുക. അടുത്തത് ധനതന്ത്രശാസ്ത്രം, എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ്, റഷ്യയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവത്സര പദ്ധതികൾ ഏതെല്ലാമാണ്? പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പം പിന്നെ മാറിയിട്ടുള്ള നീതി ആയോഗ്, ഓക്കെ, അത് പറയുന്നുണ്ട്. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? RBI പോലുള്ള ബാങ്കുകളും മറ്റും നോക്കിയിട്ട് പോവുക. കാർഷിക വിളകൾ ഏതെല്ലാം ഉണ്ട്? ധാതുക്കൾ ഏതെല്ലാം ഉണ്ട്? ഹരിത വിപ്ലവം, MS സ്വാമിനാഥന്റെ ഹരിത വിപ്ലവം മറ്റും ഇന്ത്യ നോക്കാം. ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ ഭരണഘടനാ സമിതി ഏതെല്ലാമാണ്? ആമുഖം നോക്കുക, പൗരത്വം നോക്കുക, മൗലിക അവകാശങ്ങൾ നോക്കുക, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഏതെല്ലാം, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാം? 42, 44, 52, 73, 74, 86, 91 ഈ പറയുന്ന ഭേദഗതികൾ എന്ത് ചെയ്യാം നോക്കുക. പഞ്ചായത്തി രാജുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവരുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ പറഞ്ഞ ലിസ്റ്റുകൾ എന്ത് ചെയ്യുക നോക്കുക. അടുത്തത് കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും നോക്കുകയാണെങ്കിൽ കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ഓക്കെ, അതോറിറ്റികൾ, തണ്ണീർത്തട സംരക്ഷണവും തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം എന്നിവ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക കേരള ഭരണ സംവിധാനത്തിനകത്ത് വരുന്ന ഇത് എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. അടുത്തത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമാണ്. എന്താണ് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യമാണ്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ് ഏതെല്ലാമാണ്? പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതെല്ലാം, അതിന്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? പ്രധാന ഗ്രന്ഥികൾ ഏതെല്ലാമാണ് എന്ത് ചെയ്യുക നോക്കുക. ജീവകങ്ങളും ധാതുക്കളും അവർ പ്രധാനപ്പെട്ട എന്ത് അപര്യാപ്ത രോഗങ്ങൾ ഏതെല്ലാം? ഇപ്പോൾ വിറ്റാമിൻ A, വിറ്റാമിൻ B, വിറ്റാമിൻ D ഒക്കെ പറയുന്ന വിറ്റാമിൻ ഇല്ലാത്ത പക്ഷേ എന്തെല്ലാം രോഗങ്ങൾ വരുമെന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്തു നോക്കുക. അതേപോലെ എന്താണ് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ ഏതെല്ലാമാണ്? കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റിക്സ് പോലത്തെ രോഗങ്ങൾ അതെങ്ങനെ വരുന്നു, എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും വരുന്നത്, അതൊക്കെ നോക്കിയിട്ട് പോവാം. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനങ്ങൾ ഏതെല്ലാമാണ്? പരിസ്ഥിതി പ്രശ്നങ്ങളും ഏതെല്ലാമാണ്? ഓക്കെ, പരിസ്ഥിതി പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ച് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അടുത്ത ഭൗതിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്ര ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതുകളും, ഓക്കെ, മെഷർമെന്റ്സും മറ്റും വരുന്നത്. അടുത്തത് ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം എന്നിവ നോക്കിയിട്ട് പോവുക. ആക്കങ്ങൾ, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഏതെല്ലാമാണ്? പ്രധാനമായിട്ടും ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുള്ള വിക്ഷേപണങ്ങൾ പോലും എന്ത് ചെയ്യുക നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആര്യഭട്ട മുതൽ ഇപ്പോൾ ഇൻസാറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ISRO പോലെ തന്നെ NASA, ISRO, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പോലത്തെ ഇപ്പോൾ അടുത്തിടെ വിക്ഷേപിച്ചിട്ടുള്ള എന്താണ് സാറ്റലൈറ്റുകൾ വരെ എന്ത് ചെയ്യുക പഠിക്കുക. ആദിത്യ എൽവൺ പോലെ എന്ത് ചെയ്യുക വിക്ഷേപണങ്ങൾ വരെ പഠിക്കുക. ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്? ഇപ്പോൾ സതീഷ് സ്പേസ് സെന്റർ, VSSC പോലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് നോക്കുക.
നോക്കുക. പ്രകാശം നോക്കുകയാണെങ്കിൽ എന്താണ്? ലെൻസ്, ദർപ്പണ, R= എന്ന സമവാക്യം ഉപയോഗിക്കപ്പെടുന്ന ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല് പോലത്തുള്ളവ, സ്കാറ്ററിംഗ് ഒക്കെ ബന്ധപ്പെടുന്നതാണ്. വസ്തുക്കൾ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വരുന്ന IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുകൾ ഏതെല്ലാമാണെന്ന് എന്ത് ചെയ്യുക നോക്കുക. ശബ്ദം നോക്കുകയാണെങ്കിൽ ശബ്ദം, വിവിധ തരങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിന്റെ പ്രവേഗം, എന്താണ് അനുരണനം, അതേപോലെ എന്താണ് ആവർത്തന പ്രതിപതനം, അതുപോലെ തന്നെ ബലം നോക്കുകയാണെങ്കിൽ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ വിവിധ തരം ബലങ്ങൾ ഏതെല്ലാം ഉണ്ട്? കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ഏതെല്ലാമാണെന്നുള്ളത് നമ്മൾ ഇത് തീപ്പെട്ടി വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ സഹായിക്കുന്നതൊക്കെ എന്താണ് അതിനകത്ത് വിടുന്നതാണ്. ഓക്കെ, അടുത്തത് മർദ്ദം, പ്രഷർ, അതേപോലെ എന്താണ് പ്ലവക്ഷമ ബലം, അതേപോലെ ആർക്കിമിഡിസ് തത്വം എന്താണ്? പാസ്കൽ നിയമം എന്താണ്? സാന്ദ്രത എന്താണ്? ഡെൻസിറ്റി. ആപേക്ഷക സാന്ദ്രത എന്താണ്? അഡ്ഹിൽ കൊഹീഷൻ ബലങ്ങൾ എന്തെല്ലാമാണ്? കോശിക ഉയർച്ച എന്താണ്? കൗശിക ഉയർച്ച, വിസ്കസ് ബലം എന്നാണ്? വിസ്കസ് ഫോഴ്സുകൾ ഇതെല്ലാമാണ്. എന്താണ് പ്രതല ബലം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കുക. ബലത്തിനകത്ത് വരുന്നതാണ് അതെല്ലാം. ഗുരുത്വാകർഷണം, ഓക്കെ, ഗ്രാവിറ്റിക്കകത്ത് വരുന്നതിനകത്ത്. അഭികേന്ദ്ര ബലം എന്താണ്? അപ്പൊ കേന്ദ്ര ബലം എന്താണ്? ഉപഗ്രഹങ്ങൾ എന്തെല്ലാം? പലായന പ്രവേഗം, ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, അതിൽ പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ പോളിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് പോളിൽ ഏതെല്ലാമാണ്, ഇക്വേറ്ററിൽ ഏതെല്ലാമാണ് എന്താണ് ജിയുടെ വ്യത്യാസം വരുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക നോക്കുക. താപം നോക്കുകയാണെങ്കിൽ ഹീറ്റ് നോക്കുകയാണെങ്കിൽ താപനില, അത് വിവിധ തരം തെർമോമീറ്ററുള്ള ആർദ്രത, ആപേക്ഷിക ആർദ്രത എന്ത് ചെയ്യുക നോക്കുക. ഹ്യൂമിഡിറ്റി ഒക്കെ നോക്കിയിട്ട് വന്നതായിരിക്കും. അടുത്തത് പ്രവൃത്തി നോക്കുകയാണെങ്കിൽ ഊർജ്ജം, പ്രവൃത്തി, ഗണിത പ്രശ്നങ്ങൾ, ഓക്കെ, വർക്ക് എനർജി പവർ ഭാഗം വരുന്നതാണ്. അത് ഉത്തോലകങ്ങൾ, വിവിധ ഉത്തോലകങ്ങൾ ഏതെല്ലാം എന്ത് ചെയ്യുക നോക്കുക. അടുത്തത് രസതന്ത്രം നോക്കുക അല്ലെങ്കിൽ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, അതായത് ഇപ്പോൾ സ്റ്റേറ്റുകൾ മാറുന്നു, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ പറയുന്ന സ്റ്റേറ്റുകൾ എങ്ങനെയൊക്കെ മാറുന്നു, വാതക നിയമങ്ങൾ എന്തില്ല, അതുപോലെ എന്താണ് അക്വാറീജിയ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിളിനകത്ത് ലോഹങ്ങൾ, അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ ഏതെല്ലാമാണ്, രാസപ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്, ലായനികൾ ഏതെല്ലാമാണ്, മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്, സംയുക്തങ്ങൾ ഏതെല്ലാമാണെന്ന് എന്ത് ചെയ്യുക പഠിക്കുക. അടുത്ത ലോഹങ്ങൾ നോക്കുകയാണെങ്കിൽ ലോഹങ്ങളിനകത്ത് അലോഹങ്ങൾ, അതായത് മെറ്റൽ ഏതാണ്, നോൺ മെറ്റൽ ഏതെല്ലാമാണ്, ലോഹസങ്കരങ്ങൾ ഏതാണ്, അതായത് മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ അലോയികളും മറ്റും വരുന്നത്. ഓക്കെ, ആസിഡും ആൽക്കലിയും pH മൂല്യം, ആൽക്കലോയിഡുകൾ ഏതെല്ലാമാണ് എന്ത് ചെയ്യുക പഠിക്കുക. അടുത്ത് കലാകായികം, സാഹിത്യ, സംസ്കാരം എന്നീ പറയുന്ന എന്ത് ചെയ്യുക ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം എന്താണ്, വ്യാപന പരിശീലനം എന്നിവയെ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതെല്ലാമാണ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്കറിയായിരിക്കും നമ്മൾ ഈ പറയുന്ന കലാഭവൻ പോലെ സ്ഥാപനങ്ങൾ അല്ലേ, അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, അതാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്ഥാപനങ്ങൾ ഏതെല്ലാം, പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഏതെല്ലാം, പ്രശസ്തമായ വ്യക്തികൾ ഏതെല്ലാമാണ്, പ്രശസ്തമായിട്ട് കലാകാരന്മാർ ഏതെല്ലാമാണ്, പ്രശസ്തമായിട്ട് പ്രശസ്തമായിട്ടുള്ള എഴുത്തുകാരല്ല ഏതെല്ലാം വ്യക്തികളാണ്. ഓക്കെ, എന്താണ് അടുത്തത് കായികം നോക്കുകയാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാമാണ്, അവരുടെ കായിക ഇനങ്ങൾ ഏതാണ്, അവരുടെ കായിക നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ ഏതെല്ലാമാണെന്നുള്ളത്. അപ്പോൾ സച്ചിൻ ആയാലും ധോണി ആയാലും അതേപോലെ സുനിൽ ഛേത്രി ആയാലും ഇവരൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡ് ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് എന്തിനാണ് നൽകുന്നതിനെ കുറിച്ചുള്ള അറിവ്. ഇപ്പൊ ദ്രോണാചാര്യ അവാർഡ് ആയിക്കോട്ടെ, ഇപ്പൊ അർജുന അവാർഡ് ആയിക്കോട്ടെ, പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ അവാർഡുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡുകൾ ആർക്കൊക്കെയാണ്, ജ്ഞാനപീഠ അവാർഡ് നൽകുന്ന ആർക്കാണ്, ഇതൊക്കെ നോക്കുക. പ്രധാനപ്പെട്ട ട്രോഫികൾ ഏതെല്ലാമാണ്. ഓക്കെ, ഇപ്പൊ നെഹ്റു ട്രോഫി മറ്റേ വള്ളങ്ങളേക്ക് ഇല്ലല്ലോ, അതൊക്കെ നോക്കിയിട്ട് പോവാം. മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ എന്തെല്ലാം, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണമൊക്കെ, ഫുട്ബോളിന് എത്ര പേരാണ്, ക്രിക്കറ്റിന് എത്ര പേരാണ്, വോളിബോളിന് എത്ര പേരാണ്, അതൊക്കെ എന്ത് ചെയ്യുക നോക്കുക. കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ എന്താണ്, ഒളിമ്പിക്സ് നോക്കുക. ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാനപ്പെട്ട വേദികൾ, രാജ്യങ്ങൾ ഏതെല്ലാമാണ്, 2025, 2024 ഭാഗങ്ങളിൽ സമയത്തൊക്കെ നടന്നുള്ള ഒളിമ്പിക്സുകൾ മറ്റും. അതുപോലെ പ്രശസ്തമായിട്ട് വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധമായിട്ടുള്ള പ്രകടനങ്ങൾ ഏതെല്ലാമാണ്. നമ്മൾ നീരജ് ചോപ്രയൊക്കെ എറിഞ്ഞിട്ടില്ലേ, ജാവലിൻ ത്രോയൊക്കെ, അതൊക്കെ. പിന്നെ എന്താണ് വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് മറ്റൊക്കെ നോക്കുക. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവ എന്ത് ചെയ്യുക പഠിക്കുക. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനങ്ങൾ ഏതെല്ലാമാണ്, ഇതര വസ്തുക്കൾ ഏതെല്ലാമാണ് വെച്ചാൽ നോക്കുക. ദേശീയ ഗെയിംസ്, ഇപ്പൊ നാഷണൽ ഗെയിംസ് എവിടെ വെച്ച് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഗെയിംസ് ഇനങ്ങൾ ഏതാണ്, മത്സരങ്ങൾ ഏതാണ്, താരങ്ങൾ ഏതാണ്, അതിന് അവർ കിട്ടിയിട്ടുള്ളവർക്ക് നേട്ടങ്ങൾ ഏതെല്ലാമാണ് നോക്കുക. സാഹിത്യം നോക്കുകയാണെങ്കിൽ സാഹിത്യം നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, അതിന് കൃതികൾ ഏതെല്ലാം, കർത്താക്കൾ ഏതെല്ലാം, അതായത് എഴുതിയിട്ടുള്ളവർ ആരെല്ലാം, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവരുടെ കർത്താക്കൾ ഏതെല്ലാമാണെന്നുള്ളത്, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ ഏതെല്ലാം, കിന്നിളയുടെ കാമുകൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടിരിക്കില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള തൂലികാ നാമം എഴുതുന്ന ആരെല്ലാമാണ്, അവരുടെ പുസ്തകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കുക. കഥാപാത്രങ്ങൾ, കൃതികൾ ഏതെല്ലാമാണെന്നത്, പ്രശസ്തമായിട്ടുള്ള വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ, ദേശാഭിമാനിയുടെ മറ്റും നോക്കുക. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹമായിട്ട് എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ ഏതെല്ലാമാണ്. ഓക്കെ,
ജി ശങ്കരക്കുറുപ്പ് പോലെ വ്യക്തികളെ കുറിച്ച് നോക്കുക. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലോ, പ്രധാനപ്പെട്ട സംഭാവന നൽകിയവർ, മലയാള സിനിമയിൽ ദേശീയ അവാർഡ്. ഓക്കെ, JC ഡാനിയൽ തുടങ്ങി അടുത്ത് വരെ എത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏതെല്ലാമാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, കേരളവും കേന്ദ്രത്തിലും മറ്റുള്ള പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചിട്ടുള്ള, ഓസ്കാറിലേക്ക് നോമിനേഷൻ നൽകിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള സിനിമകളൊക്കെ നോക്കുക. ഇത് സംസ്കാരം നോക്കുകയാണെങ്കിൽ കേരള പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ട് ഉത്സവങ്ങൾ, കേരള സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാരെല്ലാം നോക്കുക. ആനുകാലിക വിഷയങ്ങൾ എന്ത് ചെയ്തു പ്രത്യേകം നോക്കുക. അതായത് ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും നോക്കുകയാണെങ്കിൽ ലഘുഗണിത സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, അത് ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, അതായത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ പോയിന്റ്സ്, ശതമാനം പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ്, സാധാരണ പലിശയും കൂട്ടുപലിശയും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അംശബന്ധം ആനുപാതം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്, സമയവും ദൂരം ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും ടൈം ആൻഡ് വർക്കും, ശരാശരി ആവറേജ്, കൃത്യങ്കണങ്ങൾ, അതായത് ലോ ഓഫ് എക്സ്പൊണൻസ്, ഈ ലോഗൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണ, ഏരിയ മെഷർ, അതായത് മിനിസ്ട്രേഷൻസ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഏരിയ വോളിയൊക്കെ വരുന്നത്. അടുത്തത് എന്താണ് പ്രോഗ്രഷനുകളൊക്കെ, അതായത് അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷനുകൾ ഏതെല്ലാം ആണ് ഇന്ത്യ നോക്കുക. മാനസിക ശേഷി നിരീക്ഷണ പഠനം നോക്കുകയാണെങ്കിൽ ശ്രേണികൾ ഏതെല്ലാമാണ്, അക്ഷര ശ്രേണികൾ ഏതെല്ലാമാണ്, ആ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്, മാത്തമാറ്റിക്കൽ സൈനുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അറിയാലോ, ഒന്ന് ഗുണിതത്തിന് പകരം പ്ലസ് ഇടുക, പ്ലസിന് പകരം മൈനസ് ഇടുക എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതാണ് സ്ഥാനം നിർണ്ണയ പരിശോധന. ഓരോരുത്തരും എന്ത് 10 പേരെ അടുപ്പിച്ചെടുത്തതിന് ശേഷം പുറകിൽ നിന്ന് എത്രാമതാണ് ഇന്നാളും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതേപോലെ സമാന ബന്ധങ്ങൾ, അനലോളജി, അതേപോലെ ഒറ്റാനെ കണ്ടെത്ത, ഓടുമാൻ ഔട്ട്, അതാണ് എന്താ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്, ഡീകോഡിങ്, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ എന്താ ദിശാബോധം, ഒരാൾ എന്ത് ചെയ്ത് 10 മീറ്റർ നോർത്തിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്ത് 5 മീറ്റർ സൗത്തിലോട്ട് പോയി എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ക്ലോക്കിലെ സമയവും പ്രതിബന്ധവും, ഒരു ക്ലോക്കിൽ 5 മണി കാണിച്ച് പ്രതിബന്ധത്തിൽ എത്രയായി കാണിക്കുന്നത് എന്നുള്ളത്. ഇത് കലണ്ടറും തീയതി, ഇന്ന ദിവസം എന്നാണ്. ഇപ്പൊ നവംബർ മാസം 14-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ഇന്ന മാസത്തെ എത്രാം തീയതി ഏത് ദിവസമായിരിക്കും എന്നുള്ളതായിരിക്കും ചോദ്യം വരുന്നത്. അടുത്തത് ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സെന്റൻസ്, അതേപോലെ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് വെർബ്, ആർട്ടിക്കിളുകൾ, മോഡ് ഓക്സിലറി വെബ്സുകൾ, ക്വസ്റ്റ്യൻ ടാഗുകൾ, ഇൻഫിനിറ്റീവ്, ഗ്രൗണ്ട് ജെറണ്ടുകൾ, അതേപോലെ ടെൻസസുകൾ, കണ്ടീഷൻ സെന്റൻസ്, പ്രപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നിവ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. ഓക്കെ, അത് പഠിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കറക്ഷൻ ഓഫ് സെന്റൻസ് സന്ദേശം എന്ത് തെറ്റുകൾ വരും, അത് കറക്റ്റ് ചെയ്ത് മാറ്റുന്നതൊക്കെ എന്ത് ചെയ്യുക നോക്കി പഠിക്കുക. വൊക്കാബുലറിക്കകത്ത് സിംഗിൾ, പ്ലൂറൽ, അതേപോലെ എന്താണ് ചേഞ്ച് ഓഫ് ജെൻഡർ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും വ്യത്യാസം വരുന്നത് പഠിക്കുക. അടുത്തത് ഫേമസ് ഫോർമേഷൻ ഓഫ് അതർ വേർഡ്സ്, യൂസ് പ്രിഫിക്സ്, സഫിക്സും പ്രിഫിക്സും ഉപയോഗിച്ചിട്ട് വേർഡുകൾ മറ്റ് നിർമ്മാണം എങ്ങനെയാണ്, കോമ്പൗണ്ട് വേർഡുകൾ ഏതെല്ലാം, സിനോണിം എന്തെല്ലാമാണ്, ആന്റോണിം എന്തെല്ലാമാണ്. ഓക്കെ, ഒരേ അർത്ഥം വരുന്നത്, വിപരീത അർത്ഥം വരുന്നത്. ഓക്കെ, ഫ്രേസിൽ വെർബുകൾ ഏതെല്ലാമാണ്, ഫോറിൻ വേർഡുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ, അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, ഒക്കെ ഒന്നിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ വേർഡ്സ് ഓഫൻ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ചില സംവിധാനം. അതായത് ഒരേ വേർഡ് അതിന് ശേഷം എന്ത് ചെയ്യും, ചിലപ്പോൾ എന്താ സ്പെല്ലിങ് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ വരുന്നു. ഓക്കെ, അത് തട്ടുതാഴെ പറഞ്ഞ സ്പെല്ലിംഗ് ടെസ്റ്റുകൾ. ഓക്കെ, നമുക്ക് ഇനി കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇതിനകത്ത് ഏത് സ്പെല്ലിംഗ് ആണ് കറക്റ്റ് എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അത്രയും കൺഫ്യൂഷൻ വരുന്നതിന് മാറണമെങ്കിൽ എന്തെങ്കിലും കറക്റ്റായിട്ട് വേർഡുകൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അടുത്തത് ഇഡിയം, അതിൻ്റെ മീനിങ് ഏതെല്ലാമാണെന്ന്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, സാധാരണയായിട്ട് മലയാളത്തിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഇഡിയംസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇംഗ്ലീഷിൽ മറ്റും ഉപയോഗിച്ച് വരുന്ന ഇഡിയംസ് ഏതെല്ലാമാണ്. ഓക്കെ, പഴഞ്ചൊല്ലുകളെ പോലെ സംവിധാനങ്ങളില്ല അതൊക്കെ. ഓക്കെ, അടുത്ത പ്രാദേശിക ഭാഷ നോക്കുകയാണെങ്കിൽ മലയാളം നോക്കുകയാണെങ്കിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദങ്ങൾ എന്തെല്ലാം, അത് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പ്രധാനമായിട്ടും മലയാള ഭാഷയിൽ ഉപയോഗിച്ചിട്ട് ശൈലികൾ ഏതെല്ലാമാണ്, ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്. പിന്നെ സമാന പദം ഏതാണ്, അതുപോലെ ചേർത്തെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടക പദം ഏതെല്ലാമാണെന്നുള്ളത്. ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് പറഞ്ഞ് 20 മാർക്കിന് അടുപ്പിച്ചാണ് വരുന്നത്. ഓക്കെ, സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ കൊണ്ട് നമുക്കറിയാലോ, അതേ പോലീസ് ആയാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് ആയാലും എക്സൈസ് ആയാലും എന്ത് ചെയ്യും, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വരികയാണെങ്കിൽ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത് എന്നുള്ളത്. പൊതുവെ വരുന്നത് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനകത്ത് നിങ്ങൾക്കറിയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ഫോറസ്റ്റും വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ, അവരുടെ സംരക്ഷണം ബന്ധപ്പെട്ട ആക്ടുകൾ മറ്റൊക്കെ ചെയ്യുക അതിനകത്ത് വരുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ASDB അക്കാഡമി സല്യൂട്ട് എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ, പ്രധാനമായിട്ട് നോക്കിയാൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ് നമ്മുടെ ASDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന കോഴ്സ്. നമുക്ക് നോക്കാം. സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടി വുമൻസ് CPO, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ, അതിൽ
അതുപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പറയുന്ന തസ്തികകളിലേക്ക് പഠിച്ച് ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് നമ്മുടെ ASLB അക്കാഡമി സല്യൂട്ട് എന്ന കോഴ്സിലൂടെ നിങ്ങൾക്ക് നൽകി പോരുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് കിട്ടാത്തവർക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, ഈ പറയുന്ന സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് ക്ലാസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും, പ്രാപ്തരാക്കും. ഓക്കെ, മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ തരും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് നിങ്ങളെ സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് വിടുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സല്യൂട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ASLB അക്കാഡമി ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ എന്ത് ചെയ്യും, ഏറെ സംശയങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും, ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലപോലെ പഠിക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്യുക, നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.